ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകൾ നന്നായിട്ട് കുറയ്ക്കാനും മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടാനൊക്കെ പറ്റിയ ആഴ്ചയിൽ 3 തവണ മാത്രം തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണിത്. അത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊന്നും കുറയുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മുഖം നല്ലൊരു നല്ല മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കും. മുഖം നല്ലൊരു ഗ്ലോ ഒക്കെ എടുക്കും കേട്ടോ. പക്ഷേ ചുളിവുകളൊക്കെ കുറയണമെങ്കിൽ ആഴ്ചയിൽ 3 തവണ നിങ്ങൾ തേക്കുവാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. ഈ ഒരു പാക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ തേക്കുന്ന ഒരു പാക്കാണിത്. നിങ്ങളിത് ആഴ്ചയിൽ 3 തവണ തേച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ആഴ്ചയിൽ 1 തവണയെങ്കിലും ഈ ഒരു പാക്ക് തേക്കണം കേട്ടോ. അത് നമ്മുടെ നിറമൊക്കെ വർദ്ധിക്കാൻ നല്ലതാണ്. നമ്മുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും പിന്നെ മുഖം നല്ലൊരു വൈറ്റ് ആക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു പാക്കാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിലേക്ക് കടക്കാം. പിന്നെ ഇന്ന് നല്ലൊരു ബയോട്ടിൻ ലഡും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം കുറയ്ക്കാനും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരാനൊക്കെ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബയോട്ടിൻ ലഡു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ചേർന്ന സൂപ്പർ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാക്ക് അങ്ങ് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളയും നമുക്ക് തേനും കൂടെ നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകളുണ്ടെങ്കിൽ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും. അതുമാത്രമല്ല മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവേ. മുഖത്ത് ഇപ്പോൾ നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയ രീതിയിൽ പോലെ ഇരിക്കും കേട്ടോ. പിന്നെ മുഖക്കുരു ഉണ്ടെങ്കിൽ മുഖക്കുരു കുറയാനും നല്ലതാണ്. നമ്മുടെ മൂക്കിന് സൈഡിൽ കാണുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോയി മുഖം നല്ല ക്ലിയർ ആവാൻ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കേ. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് 2 സ്പൂൺ മുട്ടയുടെ വെള്ളയിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ടാണ് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നത്. നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ ഒരു 1-2 തവണ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കാണുന്ന ഒരു വ്യത്യാസം അറിയാൻ കഴിയും. നമുക്ക് കണ്ണിൻ്റെ സൈഡിൽ കാണുന്ന ചുളിവുകളുണ്ടെങ്കിൽ ആ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസം എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടയുടെ വെള്ള ചേർത്തുള്ള പാക്ക്. പിന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചാൽ മതിയേ. എന്നിട്ട് മുഖം സാധാ വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മുഖം നല്ല ഒരു ഗ്ലോ തന്നെയാണ്. നമുക്ക് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും മുഖത്ത് വരുന്ന ഗ്ലോ. അപ്പം ഞാൻ ഈ പാക്ക് ഇട്ടേക്കുന്നത് പകലാണ്. നിങ്ങൾ ഈ പാക്ക് ഉണ്ടല്ലോ പകൽ ഇടണ്ട കേട്ടോ, വൈകുന്നേരം ഇട്ടാൽ മതി. ഇപ്പം എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു പകൽ ഇടുന്നത്. പിന്നെ ഞാൻ ഈ പാക്ക് ഇട്ടതിന് ശേഷം മുഖം ഒന്ന് കഴുകി കളയല്ലോ. അതിന് ശേഷം ഞാൻ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ നല്ലൊരു സൺസ്ക്രീനും കൂടെ ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ പാക്ക് ഇട്ടിട്ട് ഒന്ന് മുറ്റത്തൊന്നും ഇറങ്ങിയേക്കല്ലോ കേട്ടോ. നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് കരുവാളിക്കുള്ളൂ. ഈ പാക്ക് മാത്രമല്ല, ഏതൊരു പാക്ക് മുഖത്ത് ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് ഇറങ്ങരുത്. വെയിലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുഖം ഒന്നും കൂടെ ഒന്ന് കരുവാളിക്കുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പകൽ പാക്ക് ഇടുന്നത് ഒഴിവാക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം പാക്ക് ഇടുക. ഞാൻ പറഞ്ഞത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പകൽ ഈ ഒരു പാക്ക് ഇടുന്നത്. പിന്നെ ഞാൻ വെയിൽ അങ്ങനെ കൊള്ളാൻ പോകുന്നില്ല. എന്നാലും ഞാൻ സൺസ്ക്രീൻ എന്തായാലും തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചാൽ മതി കേട്ടോ. കാരണം മുട്ടയുടെ വെള്ള പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതാണ്. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോയി മുഖം നല്ല ക്ലിയർ ആവാൻ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. മുഖക്കുരു ഉള്ളവർ, അതായത് മുഖത്ത് ഇങ്ങനെ കാരയൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കറുത്ത കാര, അതൊക്കെ ഉള്ളവർ ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. മുഖം നല്ല ഗ്ലോ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ പാക്ക് ഇട്ടുകൊണ്ടാൽ തന്നെ മുഖത്തൊരു ചുളിവുകളൊന്നും പെട്ടെന്ന് തന്നെ കുറയത്തൊന്നുമില്ല കേട്ടോ. നമ്മളത് ഇട്ട് ആണ് നമ്മളെ മുഖത്തെ ചുളിവുകളൊക്കെ ഒന്ന് പോയി കിട്ടുന്നത്. പക്ഷെ മുഖം നല്ല ബ്രൈറ്റ് ആവും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പം ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാവേ. ഒരു 10 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചായിരുന്നുള്ളേ. അതിനുശേഷം ഞാനതാ നനഞ്ഞ തുണി കൊണ്ടൊന്ന് മുഖം ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നനച്ച് കൊടുത്തതിന് ശേഷം മുഖം ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇത് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കണ്ടോ. മുഖമൊക്കെ നല്ല ക്ലിയർ ആയി നോക്കിക്കേ, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എണ്ണമയുള്ള എൻ്റെ മുഖമാണ് എൻ്റെ. അപ്പോൾ എൻ്റെ മുഖത്തുള്ള എണ്ണമയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്.
പിന്നെ മുഖത്തിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ ഒറ്റ തവണ തേച്ചാൽ കുരുക്കളൊന്നും പോകത്തില്ല. നമ്മളിത് 2-3 തവണയൊക്കെ തേക്കണം ആഴ്ചയിൽ. എന്തെങ്കിലും കുരുക്കളൊക്കെ പോവുള്ളൂ, കുരുക്കളും ചുളിവുകളൊക്കെ. പക്ഷേ കണ്ടോ, മുഖം നോക്കിയാൽ നല്ല വ്യത്യാസമില്ലേ? ആ കവിളുടെ സൈഡിലൊക്കെ നല്ല വ്യത്യാസം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകിയപ്പോൾ തന്നെ മുഖം നല്ല വന്നിട്ടൊന്ന് തെളിച്ചം കിട്ടിയില്ലേ? മുഖത്ത് നല്ല ഒരു തെളിച്ചം വന്നു. ഇനി നമുക്കുണ്ടല്ലോ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ പകലാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ തേക്കാം, രാത്രി തേക്കുവാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം മാത്രം മതി കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ ഒരു ലിപ് ബാം ഞാൻ ചുണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചുണ്ടൊക്കെ ഉണ്ട് അവിടെ സൈഡിലൊക്കെ കറുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല കറുപ്പുണ്ടായിരുന്നതാണ്. അതിപ്പോൾ കുറഞ്ഞു കണ്ടോ, സൈഡിലൊക്കെ കറുപ്പൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ലിപ് ബാം ഒന്നും തേച്ചിട്ടില്ല. നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ലിപ് ബാമൊക്കെ തേച്ചായിരുന്നേ, അത് മുഖം കഴിയപ്പം അത് പോയി. അപ്പോൾ ഞാൻ തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാമാണ്. ബീട്രൂട്ടിൻ്റെ ലിപ് ബാം മിനിങ്ങാന്ന് എപ്പോഴും ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലതാട്ടോ, ചുണ്ടിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ കുറേ നല്ലതാണ്. പിന്നെ നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പം സാധാ ഇങ്ങനത്തെ ലിപ് ബാമൊക്കെ മതി. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്ത് പോകുമ്പം ഇത് ഇടുന്നവർക്ക് ഇടാം, പക്ഷേ ഏറ്റവും നല്ലത് പുറത്ത് പോകുമ്പോൾ SPF ഉള്ള നല്ല ഒരു ലിപ് ബാം ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം സൂര്യപ്രകാശം ചുണ്ടിൽ ഏറ്റവും നമ്മുടെ ചുണ്ടും കൂടെ കറുത്തു പോകുമല്ലോ, അതാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഞാൻ വീടിനകത്തിരിക്കുന്നതുകൊണ്ട് സാധാ ലിപ് ബാം ആയിട്ട് തേക്കുന്നത്. ഇതിപ്പോൾ വയറ്റിൽ പോയാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ, ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. മുടിക്ക് നന്നായിട്ട് വളർച്ച ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു ലഡു ഞാൻ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഈ ഒരു ലഡു കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടത് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, എള്ള്, നിലക്കടല, ബദാം, ഫ്ലാക്സ് സീഡ്, ഈന്തപ്പഴം, ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആദ്യം ഞാൻ പംകിൻ സീഡ് റോസ്റ്റ് ചെയ്ത് വെച്ചു, അതിനുശേഷം സൺഫ്ലവർ സീഡ് റോസ്റ്റ് ചെയ്ത് വെച്ചു, പിന്നെ എള്ള്, പിന്നെ ഫ്ലാക്സ് സീഡ്, ബദാം, നിലക്കടല, ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഇത് നമ്മളൊന്ന് ഈ ഒരു ലഡു തയ്യാറാക്കി വെക്കാൻ കേട്ടോ. അപ്പം ഈന്തപ്പഴം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് മിക്സിയിൽ ജാറിൽ ഒരടി അടിച്ചെടുക്കാം, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ മതി. ബാക്കി ഈ പൊടികളെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എളുപ്പമായിട്ട് തയ്യാറാക്കാൻ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. ബയോട്ടിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ലഡുവൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. പിന്നെ ഈ ഒരു ലഡുവിനുണ്ടല്ലോ ഒരു കടലയുടെ ടേസ്റ്റ്, ഞാനിത് കടലയായിട്ട് കൂടുതൽ എടുത്തേക്കണത്. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത്. ഇതിൽ കൂടുതൽ എടുത്തേക്കുന്നത് നിലക്കടലയാണ്. നിലക്കടലയും പിന്നെ ഫ്ലക്സ് സീഡാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ബദാം ആണെങ്കിലും ഒരു 10-15 അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈന്തപ്പഴം ഒരു 12 അത്ര എടുത്തിട്ടുള്ളൂ. നമുക്കിതൊരു ലഡു രൂപത്തിൽ കിട്ടണമെങ്കിൽ ഈന്തപ്പഴം ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ നമുക്കൊരു ആ ലഡുവിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ, ഒരു കുഴഞ്ഞ് കിട്ടത്തുള്ളേ, ആ രീതി എടുത്തേക്കണത്. അപ്പോൾ എള്ളൊക്കെ എടുക്കുമ്പം നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അളവ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇച്ചിരി കൂടുതലെടുത്ത് ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് അങ്ങനെയൊക്കെ എടുത്ത്, കാരണം ഇവർ സീഡുകളൊന്നും കഴിക്കത്തില്ല. ഈ പംകിൻ സീഡ് സൺഫ്ലവർ സീഡും ഒന്നും നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ സീഡ് ഇതിലുണ്ട് എന്ന് നമുക്ക് തോന്നും ചെയ്യില്ല കേട്ടോ. എള്ളാണെങ്കിൽ ഞാൻ എടുത്തേക്കണത് ഒരു 5-6 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളേ. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അറിയും കേട്ടോ, എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ അറിഞ്ഞോളൂ. പക്ഷേ ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടാൻ പാടില്ല, അത് കുറച്ചെടുത്താൽ മതി, കാരണം ദഹനത്തിന് അത് പ്രശ്നം വരും കേട്ടോ. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഈ പൊടികളൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വരാം. ഞാനിതാ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഒരടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നെയ്യാണ്, നമ്മൾ നാടൻ നെയ്യാട്ടോ. നെയ്യൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്, അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ലഡുവിൻ്റെ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ മധുരം ചേർക്കണ്ട, കാരണം ഈന്തപ്പഴത്തിൽ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ബദാമിലും കടലയ്ക്കും ചെറിയൊരു മധുരമൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് മധുരങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ വേഗം ഒന്ന് റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ ബയോട്ടിൽ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചേ കിട്ടിയുള്ളൂ കണ്ടോ, ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കുക, ഞാൻ എന്ത് സാധനമാണെങ്കിലും ഒരുപാട് അങ്ങ് ഉണ്ടാക്കി കളയാറില്ല, എല്ലാം കുറേശ്ശെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇത് 2-3 ദിവസത്തേക്ക് കഴിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കൈകളിൽ വെള്ളമോ നനവൊന്നും പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. പിന്നെ പാത്രത്തിൻ്റെ സൈഡിലും വെള്ളം വരാൻ പാടില്ല. മിക്സിയുടെ ജാറിലാണ് ഇത് പൊടിച്ചെടുക്കുന്നത്, മിക്സിയുടെ ജാറിലും വെള്ളം വരാൻ പാടില്ല. അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം
മിക്സിയുടെ ജാറേ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയും ലഡു കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന് മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ കടലയ്ക്ക് ആണെങ്കിലും ബദാമിനൊക്കെ ആണെങ്കിലും നേരിയ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു ഫ്ലക്സ് സീഡിൻ്റെയും പംകിൻ സീഡിൻ്റെയും സൺഫ്ലവർ സീഡിൻ്റെയും ഒരു ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അതൊക്കെ ആ സീഡുകളൊക്കെ ഒരുപാട് എടുക്കണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിൻ്റെ കൂടുതൽ നമ്മൾ എള്ള് കൂടുതൽ എടുക്കണം, പിന്നെ കടല ഇത്തിരി കൂടുതൽ എടുക്കണം, പിന്നെ ഫ്ലക്സ് സീഡ് അത് ഇത്തിരി കൂടുതൽ എടുക്കണം. അല്ലാതെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കുറച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് ദഹനത്തിന് പ്രശ്നം വരും. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈന്തപ്പഴം ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമില്ല. അതൊന്ന് കുഴഞ്ഞ് നമുക്കൊന്ന് ലഡു പരുവത്തിൽ കിട്ടണമെങ്കിൽ ഈന്തപ്പഴം വേണം, എന്നെങ്കിൽ നമുക്കൊരു ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച ഈന്തപ്പഴമില്ല, അതിനേക്കാളും 2-3 ഞാൻ കൂടുതൽ എടുത്തായിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് 2-3 ദിവസത്തേക്കുണ്ട്. അപ്പോൾ ഞാൻ ഡിന്നിലേക്ക് അങ്ങ് മാറ്റിയേക്കാം. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല കേട്ടോ, നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്താണല്ലോ പൊടിച്ചെടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി, വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സി ജാറിലൊന്ന് പൊടിച്ചെടുത്ത് ഒന്ന് ഉരുകളാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിന്നിലേക്കൊന്ന് മാറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസിൽ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.